ബിജെപി പിന്തുണയോടെ വിജയിച്ച പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കണമെന്ന് ഡിസിസി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ആവർത്തിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള കെപിസിസിയുടെയും വിമതരുടെയും നീക്കത്തിനിടെയാണ് ഡിസിസി നിലപാട് വ്യക്തമാക്കുന്നത്. തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നതും പാർട്ടി ആവശ്യപ്പെടുന്നതും. തെറ്റൊക്കെ മനുഷ്യ സഹജമാണ്. തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് അതിപ്രധാനം. ആ രീതിയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയല്ലേ. പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലപാട് എന്താണ്? വർഗീയ പാർട്ടികളുമായി യാതൊരു നിലയ്ക്കും കൂട്ടുചേരാൻ പാടില്ല. ആ നിലപാടിൽ തന്നെയാണ് പാർട്ടി അന്നും ഇന്നും. വർഗീയ പാർട്ടിയുമായി കൂട്ടുകൂടിയ എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെക്കേണ്ടതാണെന്ന് KPCCയുടെ സർക്കുലറാണ്. ഞാനത് പറഞ്ഞത്, ഞാനത് പ്രവർത്തിച്ചു. അവിടെ തെറ്റുപറ്റിയത് ആർക്കാ? അംഗങ്ങൾക്കാണ്. അത് റെക്ടിഫൈ ചെയ്യണം. ജനങ്ങളോട് വിളിച്ചു പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, പാർട്ടിയോട് ഏറ്റു പറയണം. അതല്ലേ ഒരു പാർട്ടി സംവിധാനം. ഇന്നും DCC നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയ മറ്റത്തൂരിലെ വിമത നേതാവ് TM ചന്ദ്രൻ KPC തീരുമാനം അംഗീകരിക്കുമെന്ന് വ്യക്തമാക്കി. വളരെ പോസിറ്റീവായ രീതിയിലാണ് ഇതുവരെയുള്ള ചർച്ചകൾ നടന്നത്. KPCC പ്രസിഡന്റ് നിയോഗിച്ചതനുസരിച്ച് റോജി ജോൺ MLAയുമായി ഞങ്ങൾ 2 പ്രാവശ്യം ബന്ധപ്പെടുകയും കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC നേതൃത്വം എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാകുമെന്ന തോന്നലുള്ളപ്പോഴാണ് അതൃപ്തി, അസ്വസ്ഥത ഒക്കെ ആയിട്ട് കുറെ ആളുകൾ വരുന്നതല്ലേ? ഗുഡ് മോർണിംഗ്. മറ്റത്തൂരിൽ KPCCയും DCCയും 2 തട്ടിലെന്നാണ് നമുക്ക് ഈ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. KPCC പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നു വേണ്ടിയിട്ടാണ് റോജി എം ജോണിനെ ചുമതലപ്പെടുത്തി വിമതരുമായി സംസാരിച്ചത്. റോജി എം ജോൺ ഒരു ഫോർമുല, KPCCയുടേതായ ഫോർമുല വിമതർക്ക് മുമ്പാകെ വെക്കുകയും ചെയ്തു. അതിൽ ഈ നൂർജഹാൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നൂർജഹാൻ വൈസ് പ്രസിഡന്റായി വിജയിച്ച അവർ രാജിവെക്കണം എന്നുള്ളതാണ്. BJP പിന്തുണയോടെ വിജയിച്ച അവർ രാജിവെക്കണം എന്നുള്ളതായിരുന്നു KPCCയുടെ ആവശ്യം. അതൊരു പക്ഷേ ഇവർ അംഗീകരിക്കാനും തയ്യാറായിട്ടുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ പോലും TM ചന്ദ്രൻ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത് KPCC എന്ത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഒപ്പം DCCയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചില അതൃപ്തിയുണ്ട്, ചില പരാതികളുണ്ട്. ആ പരാതികൾ പരിശോധിക്കപ്പെടുമെന്ന ഉറപ്പും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം CPM പോലും ഇത്തരത്തിൽ ഇവിടുത്തെ വിമത നേതാക്കളെ ഇങ്ങനെ ആക്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ സംശയ നിഴലിൽ നിർത്തിയിട്ടില്ല. അത് DCCക്ക് സംഭവിച്ച വീഴ്ചയാണ്. ഇതിനൊരു വലിയ സംശയ ദുരൂഹതയുടെയൊക്കെ നിഴൽ നൽകാൻ കാരണമായത് DCCയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് TM ചന്ദ്രൻ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ DCCക്ക് വീഴ്ച സംഭവിച്ചത് പരിശോധിക്കണമെന്നൊരു ആവശ്യം KPCക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കപ്പെടുന്നവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ DCC ആകട്ടെ ഇതിൽ നിന്ന് വിഭിന്നമായൊരു അഭിപ്രായമാണ് സ്വീകരിക്കുന്നത്. KPCC പറയുന്ന ഫോർമുലയ്ക്കപ്പുറത്ത് 2 പേരും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ജയിച്ച വിമതയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റും, അവർ 2 പേരും ജയിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.